ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മൂന്നാർ പോകാണ്ടോ. നേരെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ മൂന്നാറാണ്. അപ്പോൾ നേരെ നമ്മൾ മൂന്നാറിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾസ് കഴിഞ്ഞ് ഓൾറെഡി. ഇപ്പോൾ നമ്മൾ വാളറ വാട്ടർഫോൾസ് എന്ന് പറയുന്ന വാട്ടർഫോൾസ് ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ അവിടെ എത്തി ആക്ച്വലി. അപ്പോൾ നമുക്ക് ആ വാട്ടർഫോൾസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാളറ വാട്ടർഫോൾസ്. നമുക്ക് കാണാം. ചീയപ്പാറ പോലെ അത്ര ഹൈറ്റിലൊന്നും അല്ല ഗൈസ്, താഴ്ന്നു വന്നാർന്ന് വന്നതുകൊണ്ട്. പിന്നെ പെട്ടെന്നൊന്നും നമ്മൾ ആ റോഡിൽ കൂടി പോകണതാണെങ്കിലും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഗൈസ്. പെട്ടെന്ന് റണ്ണിങ്ങിലാണെങ്കിൽ ചീയപ്പാറ പോലെ അത്രക്ക് വിസിബിളൊന്നും അല്ല, ചെറിയൊരു വാട്ടർഫോൾസാണ്. എന്നാലും ഇവിടുന്ന് കൊള്ളാട്ടോ. നമ്മൾ വണ്ടിയും കാണാനൊന്നും എടുത്തില്ല കേട്ടോ. കാരണം നമ്മുടെ വണ്ടിയല്ല, ആക്ച്വലി നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. നമ്മുടെ വണ്ടി സർവീസ് സെൻ്ററാണ് കൈസ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തില്ല, മറ്റു വണ്ടിക്ക് തന്നെ പോകുന്നത്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം കൈസിന്. നേരെ മൂന്നാർ. ഇവിടെ നിന്നൊരു 50-52 കിലോമീറ്ററോളം ഉണ്ട് കൈസ് മൂന്നാറിലേക്ക്. 50-52 കിലോമീറ്ററോളം ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടേ ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ നല്ലൊരു വ്യൂ ആണ് കൈസ്. ഇവിടെ നിന്ന് കാണാനായിട്ടാണെങ്കിലും അവിടെ കാണാം ചെറിയ ചെറിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസ്. നോക്കുക, നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് കൈസ്. ഇവിടെ നിന്ന് ഇതുണ്ടോ, അവിടെ ഒക്കെ ഫുള്ള് മഞ്ഞ് കാര്യങ്ങളൊക്കെയാണ്. ഫുള്ള് മഞ്ഞ് കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്ത് ഇവിടെ ഒക്കെ വെട്ടിത്തെളിച്ചാന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ മൂന്നാർ എത്തി കേട്ടോ. മൂന്നാറെത്തി. ഫുള്ള് കോടയാണ് ഗൈസ്. ഇതുകൊണ്ടോ, ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ നിന്ന് ഗ്യാപ്പ് റോഡ് പോകും കേട്ടോ. ഗ്യാപ്പ് റോഡ് ഏകദേശം ആ വഴിയൊക്കെയാണെന്ന് തോന്നുന്നു, അറിയില്ല കറക്റ്റായിട്ട്. നമുക്കൊന്ന് പോയി നോക്കാം. അവിടെ നിന്നുള്ള വ്യൂ നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. ഇപ്പോൾ എക്സാക്റ്റ് മൂന്നാറാണ്. നമ്മൾ ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ അറൗണ്ടുള്ളൂ അങ്ങോട്ടേക്ക്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം ഗൈസ്. ഞാൻ തൊട്ട് മുമ്പ് എടുത്ത വീഡിയോ കണ്ട ഗൈസ്. തൊട്ട് മുമ്പ് എടുത്ത ക്ലിപ്പ് നിങ്ങൾക്ക് കാണാം. ഒരു 2 മിനിറ്റൊക്കെ മാറിയുള്ളൂ ഗൈസ്. അപ്പോഴത്തേക്ക് ഫുള്ള് കോട. ഇതുകൊണ്ടോ, ഫുള്ള് കോട. റോഡൊന്നും കാണാൻ പറ്റാത്ത റോഡ ഗൈസ്. പിന്നെയും കോട, ഫുള്ള് കോടയായി ഗൈസ്. നമുക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ട് ഗ്യാപ്പ് റോഡ് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ് എത്തിയൊക്കെ കണ്ട. നമ്മളിപ്പോൾ മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. നമുക്കിവിടെ കാണാം. കണ്ടോ, ഫുള്ള് റോഡ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാം. കണ്ടോ, അറ്റം വരെ ഉണ്ട് ഗൈസ്. ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നിങ്ങൾ ആരെങ്കിലൊക്കെ മൂന്നാർ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് റോഡ് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്യാൻ ശ്രമിക്കുക. അടിപൊളി വ്യൂ ഗൈസ്. കാഴ്ചകളൊക്കെ ഉണ്ടാണെങ്കിലും വണ്ടി ഓടിക്കാനാണെങ്കിലും അടിപൊളി വ്യൂ ഗൈസ്. കുറേ ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈ അടുത്ത് ഓപ്പൺ ആക്കിയ റോഡാണ് ഗൈസ് ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞാൽ. ഫുള്ള് നല്ല കിണ്ണം വ്യൂ ആണ് ഗൈസ്. ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക്. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഓടിച്ച് എൻജോയ് ചെയ്ത് പോകാം ഗൈസ്. അടിപൊളി വ്യൂ ആണ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് കാണാം. നമുക്കൊരു വണ്ടി കാണാൻ കുറവാണ് കേട്ടോ. അവിടെ നമുക്കിവിടെ കാണാം വണ്ടി കാണാൻ കുറവാണ്. 9 മണിയൊക്കെ ആയിട്ടുള്ളൂ ഗൈസ്. അതുകൊണ്ടാണ് മെയിനായിട്ട് വണ്ടി കാണാൻ കുറവ്. ഈ റൂട്ടിൽ വലിയ വണ്ടി കാണാനില്ലെന്നാണ് തോന്നുന്നത്. വണ്ടി കാണാൻ കുറവാണ് ഗൈസ്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക ഈ സ്ഥലത്ത്. അടിപൊളി വ്യൂ ആണ് ഗൈസ്. അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട് നമുക്ക്. കണ്ടോ, ചുറ്റിനും തേയിലത്തോട്ടമാണ് ഗൈസ്. എവിടെ നോക്കിയാലും തേയിലത്തോട്ടം. കണ്ടോ, ഫുൾ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ. ഗൈസ് ഈ വ്യൂ ആണെങ്കിലും നോക്കിയാൽ നിങ്ങൾ
എത്ര പറഞ്ഞിട്ട് മതിയാവുള്ള ഗൈസ്. ഇത്രക്ക് വ്യൂ ആണ് ഗൈസ് ഇവർക്ക് വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ. ഇപ്പം വ്യൂ ആണ് ഇവിടെ നിർത്തിയില്ല. നല്ല വ്യൂ ആണ് ഗൈസ്. ആണ് മെയിനായിട്ട് ഗ്യാപ്പ് റോഡ് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് പറഞ്ഞത്. ഐസിൽ ടോപ്പിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. നമ്മുടെ ഗ്യാപ്പ് റോഡിൻ്റെ അവിടെ നല്ല ടോപ്പിൽ നിന്നുള്ള വ്യൂ ഉണ്ട്. വ്യൂ നോക്കി ക്യാമറ എത്ര മാത്രം വിസിബിളായിക്കൊണ്ട് അറിയാൻ പാടില്ല. എന്നാലും നല്ല വ്യൂ ആണ് കഴിച്ച് ഇവിടെ കാണാനായിട്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് പൊളി. വലിയക്കാട്ടം മലയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിച്ചു ഇവിടെ. വലിയ മലയും കൂടെ. പക്ഷേ ഈ റൂട്ട് സൂര്യനെല്ലി പോകുന്ന റൂട്ടാണ് കേട്ടോ. നമുക്ക് ഈ റൂട്ട് നേരെ സൂര്യനെല്ലി പോവാം. സൂര്യനെല്ലി കൊളിക്കുമലയൊക്കെ പോണ റൂട്ടാണിത്. അവിടെ വഴി കാണാം നമുക്കിവിടെ. ഉണ്ടോ നല്ല കിട്ടില്ല വ്യൂ ആണ് കഴിച്ച് ഇവിടെ കാണാനായിട്ട്. പൊളി. ഈ റൂട്ടിലാണെങ്കിൽ ഫുള്ള് വ്യൂ ആണ്. ഫുള്ള് വ്യൂ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നല്ല കിട്ടില്ല വ്യൂ തന്നെ ഇവിടെ കാണാൻ. നമുക്ക് കിട്ടില്ല വ്യൂ. പിന്നെ നിങ്ങൾ ഈ വഴി വരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കെയർഫുൾ ആയിട്ട് കാണാം. കാരണം ഇതിൻ്റെ പൊക്കത്തുനിന്ന് ചെറിയ ചെറിയ കല്ലും കാണാനൊക്കെ അടിച്ചു കൊള്ളും ഗൈസ്. ബൈക്കിനൊക്കെ തന്നെയാണെങ്കിൽ മാക്സിമം നമ്മുടെ ഫ്രണ്ടിൻ്റെ അടിച്ചു കൊണ്ടായിരുന്നേ മുഖത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൂക്ഷിക്കുക. ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആക്ച്വലി. ചെറിയ കല്ലും കാണാനൊക്കെ ഈ കാറ്റൊക്കെ വരുമ്പോൾ പറന്നടിച്ചോളും ഗൈസ്. ഒന്ന് ശ്രദ്ധിക്കുക. വഴി തന്നെയാണെങ്കിൽ തന്നെ കാറ്റൊക്കെ കൂടുമ്പോഴാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നതോറും എന്തോരം അടിപൊളി വ്യൂസ് ആണ് നമുക്ക് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം അങ്ങോട്ടേക്ക് പോകുമ്പോൾ. അയ്യോ പൊളി. നമുക്ക് റോഡൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. റോഡൊക്കെ ഫുള്ള് കോട കൂടി കിടക്കണേ. ഫുള്ള് കോടയാണ്. ഫുള്ള് കോടയും കാണുന്നത്. ഫുള്ള് കോട. ചായ കുടിക്കാൻ നിർത്തിയാണ്ട. പിന്നെ നമ്മ വന്ന റോഡാണെങ്കിൽ കാണാം. റോഡ് പോലും കാണാനില്ല ഗൈസ്. അവിടെ അതുവഴിയാണ് റോഡ് പോണത്. റോഡൊന്നും കാണാനില്ല. അവിടെ ഫുള്ള് മഞ്ഞ് കൂടി കിടക്കണ്ട. അത് കണ്ടോ, അടിയിട്ടൊക്കെ ഒരു പഗ്ഗ കാണാനില്ല. ഫുള്ള് മഞ്ഞ്. ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു പറയണം. ഇവിടെ എന്തോ കുറച്ച് മുമ്പ് മണ്ണിടിച്ചിലും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. മണ്ണൊക്കെ ഇടിഞ്ഞ് കിടപ്പുണ്ട് ഗൈസ്. അവിടെ ഫുൾ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഇരുന്നില്ല. കുറച്ച് സീനൊക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് വന്നപ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഫുള്ള് കോടയാണ് കേട്ടോ. അങ്ങോട്ടൊക്കെ നമുക്കിവിടെ കാണാം. ഫുള്ള് കോടയാണ് ഗൈസ്. ഫുള്ള് കോട അല്ലേ. വേസ്റ്റ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ നമ്മളിപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമിളി റൂട്ടാണ് കേട്ടോ ഗൈസ്. ഇതുവഴി ഞാൻ കുമിളി രാജാക്കാട് ആ റൂട്ടാണ് നമുക്കിവിടെ കാണിച്ചേക്കണത്. കുമിളി രാജാക്കാട് ഈ റൂട്ട് പോകാൻ ഗൈസ്. നമുക്കിപ്പോൾ ഗ്യാപ്പ് റോഡ് അടിക്കാമെന്ന് വെച്ചാൽ വന്നത് ഞങ്ങൾ മൂന്നാർ. പിന്നെ മാട്ടുപ്പെട്ടി അങ്ങോട്ടൊന്നും നമ്മൾ ജസ്റ്റ് കയറിയില്ല ഗൈസ്. അങ്ങോട്ടേക്ക് കയറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ഗ്യാപ്പ് റോഡുള്ള വ്യൂസൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അല്ലേ ഗ്യാപ്പ് റോഡൊക്കെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ കൊള്ളാം ഗൈസ്. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആയി ഗൈസ്. നിങ്ങൾക്ക് വരാനാണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് അടിപൊളിയാണ് ഗൈസ്. കോടയും കാര്യങ്ങളൊക്കെ കയറുന്നതൊക്കെ കാണാം. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം ഉണ്ടോ. ഫുള്ള് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് റോഡ് വഴി ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നാണ്. ജസ്റ്റ് ഗ്യാപ്പ് റോഡ് വഴി ജസ്റ്റ് ഒന്ന് പോവുക. അടിപൊളി വ്യൂ ആണ് ഗൈസ്. അടിപൊളി വ്യൂ ആണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്തോറും കോട ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണേ ഗൈസ്. കാരണം നമുക്ക് ഇവിടെ കുറച്ച് കോടയാണ്, കുറേ അങ്ങ് മാറിക്കാൻ പിന്നെ അടുത്ത കോട അങ്ങനെയൊക്കെയാണ് ഗൈസ്. അതുകൊണ്ട് സംഭവം അടിപൊളിയാണ്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇവിടെ
ഇവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ മെയിനായിട്ട് പ്ലേസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ 2-3 വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ പ്ലേസസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഈ റോഡ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ അടുത്ത് ഓപ്പണാക്കാൻ കണ്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ ഓൾറെഡി നല്ല കിടിലൻ റോഡാണ് കേട്ടോ. റോഡും കാര്യങ്ങളൊക്കെ നല്ല കിടിലൻ റോഡും കാര്യങ്ങളൊക്കെയാണ്. വേറെ അങ്ങനെ ഓവർ തിരക്കോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഇനിയിപ്പോൾ കുമ്പളി ഭാഗത്ത് നിന്ന് അവനെന്നുണ്ടെങ്കിൽ ഈ വഴിയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് വന്നാറും നമുക്ക് നോർമൽ വഴി തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഈ വഴി ഒന്ന് കയറിയെന്നുള്ളൂ. അപ്പോൾ നമ്മളടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ഗൈസ്. പിന്നെ കുറച്ച് പേരായിട്ട് ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ വോയിസ് ക്ലിയർ അല്ല ഗൈസ്. എൻ്റെ മൈക്ക് ആക്ച്വലി അടിച്ചു പോയി ഗൈസ്. മൈക്ക് അടിച്ചു പോയായിരുന്നു എൻ്റെ. ഞാൻ പുതിയ പറഞ്ഞ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതോടെ തന്നെ വരും. നമുക്ക് വീഡിയോസൊക്കെ സെറ്റ് ചെയ്യാം. എൻ്റെ മൈക്ക് കാരണം നമ്മുടെ പഴയ നേരത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, വാഗമൺ വീഡിയോ കണ്ടവർക്ക് അറിയാം. അത് നല്ല മഴയത്താണ് ഗൈസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ. നമ്മൾ പോയപ്പോഴാണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൈക്കൊക്കെ അടിച്ചു പോയി ഗൈസ്. അത് വെള്ളം ഒന്ന് കയറിയിട്ട് അടിച്ചു പോയി. അതുകൊണ്ടാണ് ഇഷ്യൂ വന്നത്. നമ്മൾ എന്തായാലും അടുത്ത് തന്നെ ഐറ്റം വരുന്നതാണ്. എന്തായാലും പ്രൊഡക്റ്റ് എത്തും. നമുക്ക് എന്തായാലും മൈക്കിട്ട് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാം. ഓക്കെ.